പക്ഷേ ഈ ആന്റി ഇൻകംബൻസി വേണ്ട രീതിയിൽ മുതലെടുക്കാൻ പറ്റിയ, ആ രീതിയിൽ പോകാൻ പറ്റിയ ഒരു ഓൾട്ടർനേറ്റീവും കൂടെ അവിടെ ഉണ്ടെങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഈ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? 10-15 വർഷം ബീഹാർ ജനതയ്ക്ക് നല്ല ഓർമ്മയുണ്ട് ലാലു പ്രസാദിന്റെ RJD ഒക്കെ ഭരണകാലം. അത് മറന്നിട്ടൊന്നുമില്ല അവര്. ഇപ്പോഴത്തെ ജെൻസി തലമുറയുടെ അടുത്തുള്ള അതിന് മുമ്പുള്ള തലമുറയൊന്നും അത് മറന്നിട്ടില്ല. ആ ഭീകര ഭരണത്തിന്റെ, ആ ഭീകരമായ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ അവരാണ് വീണ്ടും വരാൻ പോകുന്നത്. നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്താൽ ആ കാലം തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ് BJP യുടെ പ്രചരണം നടത്തിയത്, NDA യുടെ പ്രചരണം നടത്തിയത്. ആ പ്രചരണത്തിന് വലിയ വാല്യൂ ഉണ്ട്. അതേസമയം ഇപ്പൊ നിതീഷ് കുമാറിനെ പോലെ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ള ടവറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയെ മുമ്പിൽ നിർത്തി ശക്തമായ രീതിയിൽ ഒരു പ്രചാരണവുമായി ആ രീതിയിൽ ആത്മവിശ്വാസത്തോട് ഇറങ്ങാൻ പറ്റിയ ഒരു പ്രതിപക്ഷം അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ആന്റി ഇൻകംബൻസി വർക്കൗട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇത് അതിനുള്ള സാധ്യതയും ഇല്ല. ഇപ്പൊ ഇവിടെ ഈ രാഹുൽ ഗാന്ധി, ഇപ്പൊ വിജയ് രവീന്ദ്ര സംസാരിക്കുന്നു, ബീഹാറിനെ വിട്ടിട്ടില്ല. ബീഹാറിനെ നിങ്ങൾ വിട്ടിട്ടില്ല, പക്ഷെ ബീഹാറിനെ കോൺഗ്രസിനെ ബീഹാർ വിട്ടിട്ട് പതിറ്റാണ്ടുകളായി. 1990 ഇന്നേക്ക് 35 വർഷം മുമ്പ് ഈ ബീഹാറുകൾ കോൺഗ്രസിനെ പടിയടച്ച് പിണ്ടം വെച്ചതാണ്. ആ പരിസരത്ത് ജഗന്നാഥ മിശ്രയായിരുന്നു ബീഹാറിലെ അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി. അത്ര ദയനീയമാണ് ഈ RJDയുടെയും ലാലു പ്രസാദ് യാദവിന്റെ ഒക്കെ അടുക്കളപ്പുറത്ത് തിണ്ണ നിരങ്ങി വിറക് വെട്ടിയും വെള്ളം കോരിയാണ് ഇവർ കഴിയുന്നത്. പിന്നെ ഈ പറഞ്ഞ വോട്ട് ചോരിയുടെ കാര്യം, വോട്ട് ചോരി യാത്ര, വോട്ടധികാർ യാത്ര, ഒരു കാര്യം മനസ്സിലാക്കും, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാണ്. അതിപ്പോ ഈ പറഞ്ഞ പോലെ അഴിമതിയാകാം, തൊഴിലില്ലായ്മയുണ്ടാകാം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. ഇത് അതിന് പകരം ഇത് വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ അടുത്താണ് പറയുന്നത് നിങ്ങളുടെ വോട്ട് പോയി, നിങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടു, നിങ്ങളുടെ വോട്ട് കള്ളം കൊണ്ടുപോയി. ഇത് അതാ പറഞ്ഞത്. കാര്യം ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥ. വോട്ട് ജനങ്ങളെ ബാധിക്കുന്ന അല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന വോട്ടവകാശം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ ഷാബു പ്രസാദ്? വോട്ട് ചെയ്യുന്ന ജനങ്ങളോടല്ല. കഴിഞ്ഞ ദിവസം ഹരിയാനയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക് വോട്ടവകാശം നഷ്ടപ്പെട്ടിട്ടില്ലാന്നേ. പിന്നെ ഇവിടെ അല്ലല്ല ക്ലാരിറ്റി എടുത്തിട്ട് കഴിഞ്ഞ ദിവസം ഹരിയാനയുടെ വിഷയത്തിൽ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ബീഹാറിൽ നിന്ന് എല്ലാ ഡോക്യുമെന്റ്സും കയ്യിലുണ്ടായിട്ടും ഞങ്ങളുടെ പേര് വെട്ടി, കഥ അറിയില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ പ്രസന്റ് ചെയ്തില്ലേ? അല്ല, ഒരു കാര്യം പറയാം. ഈ ഇതിന്റെ അകത്ത്, നമ്മുടെ ലിസ്റ്റിന്റെ അകത്ത് ഇഷ്ടം പോലെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ വോട്ട് പേരില്ലാതിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ അകത്ത് ഡ്യൂപ്ലിക്കേഷൻ, അതൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള സംഭവങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ട് ഈ നാട്ടിലെ വോട്ടുകൾ മുഴുവൻ പോയി എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തുന്നതിയാല് മനുഷ്യര് പുച്ഛിക്കേ ഉള്ളൂ. അത് നമുക്ക് കാണാം വരുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടിലൊക്കെ അതൊക്കെ പ്രതിഫലിക്കുന്ന കാര്യമാണ്. പിന്നെ ഈ NP ചേക്കുട്ടി പറഞ്ഞ വേറൊരു കാര്യം ഞാൻ കൃത്യമായിട്ട് അതിന്റെ മറുപടി പറയാം. അതായത് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ 10% വോട്ട് അവിടെ കൂടുതൽ ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഇതിനു മുമ്പ് ഈ SIR നടപ്പാക്കുന്നതിന് മുമ്പ് ഈ ലിസ്റ്റിലുണ്ടായിരുന്ന മരിച്ചവരെ, നാട് വിട്ടുപോയവരെ, ഇങ്ങനെയുള്ളവരെ മുഴുവനും, അങ്ങനെയുള്ളവരെ വലിയ പറഞ്ഞാലേ അവ മുഴുവൻ ഒഴിവായപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ തന്നെ ആ വോട്ടിന്റെ നമ്പർ നിങ്ങൾ നോക്കിക്കോളൂ. ആ നമ്പർ കഴിഞ്ഞ തവണ ചെയ്തത് ഈ തവണ ചെയ്തതും തമ്മിൽ വ്യത്യാസമില്ല. പക്ഷെ പെർസെന്റേജ് കൂടിയതിന്റെ കാരണം ഇങ്ങനെയുള്ളവർ കുറെ പേര് ഡിലീറ്റ് ആയി പോയത് കൊണ്ടാണത്. അത് തന്നെയല്ലേ വേണ്ടതും. നിങ്ങൾ ആരോപിക്കുന്ന, അതായത് വോട്ടേഴ്സ് ലിസ്റ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്തതുകൊണ്ടാണ് അത് വന്നത്. അതേപോലെ തന്നെ എല്ലായിടവും നടക്കട്ടെ, അതാണല്ലോ ഇത്. അതൊന്നും ഒരു കാര്യമുണ്ട്, രാഷ്ട്രീയമായിട്ട് ഒരു സർക്കാരിനെ രാഷ്ട്രീയമായിട്ട് നേരിടും. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ ഞാൻ പറഞ്ഞല്ലോ. നിതീഷ് കുമാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടുത്തെ NDA സർക്കാർ എന്ന് പറയുന്നത് 100% പെർഫെക്റ്റ് ഒന്നുമല്ല. അവർ ഇഷ്ടംപോലെ ഒരു പ്രതിപക്ഷത്തിന്, നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷത്തിന് കണ്ടെത്താനും അല്ലെങ്കിൽ അവർക്ക് പറയാനുമുള്ള രാഷ്ട്രീയ കാരണങ്ങൾ സർക്കാരിന്റെ ഭരണത്തിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാകും. അതാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. അത് ചെയ്യാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, പെരിഫറലായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ അതായത് 10-20 വർഷം കഴിഞ്ഞ ഒരു ആന്റി ഇൻകംബൻസിയുടെ എഡ്ജ് പോലും ഇവർക്ക് കിട്ടില്ല. അതാണ് സംഭവിക്കുന്നത്. കാര്യം ഇങ്ങനെയുള്ളവരെ ഞങ്ങൾ എന്തിനു ജയിപ്പിക്കണം, ഇതിനെക്കാട്ടും ഭേദം മറ്റവർ തന്നെയല്ലേ, നമുക്ക് അറ്റ്ലീസ്റ്റ് അനുഭവം ഉണ്ടല്ലോ എന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ അവരെ കുറ്റം, അവർക്ക് പ്രതീക്ഷ കൊടുക്കണമെന്ന്. അല്ലെ, അനുഭവത്തിന്റെ ഞാൻ ചോദിക്കുന്ന അനുഭവം, താങ്കൾ പറയുന്നത് നേരത്തെയുള്ള ലാലു പ്രസാദ് യാദവിന്റെ ഭരണകാല ഓർമ്മയുള്ള ആൾക്കാരാണ് അവരെല്ലാം, അവരുടെ അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്നൊക്കെ പറയുന്നു.
എന്താണ് ലാലു പ്രസാദ് യാദവിന്റെ കാലത്തെക്കുറിച്ചുള്ള ജംഗിൾ രാജാണ് അവിടെ അരങ്ങേറുന്നത്? ക്രൈം കൂടുതലാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴും ക്രൈം റേറ്റ് എടുത്താൽ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് ബീഹാറിൽ. ദാരിദ്ര്യം എടുത്താൽ നമ്മുടെ പല സംസ്ഥാനങ്ങളുടെയും ശരാശരിയേക്കാൾ മേലെയാണ് ബീഹാറിൽ. തൊഴിലില്ലായ്മ പ്രശ്നം മറ്റ് പല സംസ്ഥാനങ്ങളെക്കാളും മേലെയാണ് ബീഹാറിൽ. ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തുപോയി ജോലി ചെയ്യുന്ന സംസ്ഥാനങ്ങളൊന്നാണ് ബീഹാർ. ഇപ്പോഴും പല ആൾക്കാരും ഇപ്പോൾ ഡൽഹിയിലൊക്കെ പഠിക്കുന്നവർ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ബീഹാറാണെങ്കിൽ പറയാതിരിക്കാൻ ശ്രമിക്കും. അപ്പോൾ ആ നിലയ്ക്ക് ഭയങ്കരമായ ഒരു വികാസത്തിലേക്കൊന്നും പോയിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ, ഒരു BJPയുടെ ജനപ്രതിനിധിയുടെ മുമ്പിൽ ചെളിവെള്ളത്തിലൊരു മനുഷ്യൻ കിടക്കുകയാണ്, ഇത് റോഡാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ബീഹാർ ഈ ജംഗിൾ രാജിൽ നിന്ന് ഭയങ്കരമായ മുന്നേറ്റം നടത്തി, എല്ലാ ജീവിത മേഖലകളും സമ്പുഷ്ടിക്കപ്പെട്ടു എന്നൊക്കെ പറയാമോ? അഗ്നിവീർ, ഏറ്റവും കൂടുതൽ സൈന്യത്തിലെ ജോലി സ്വപ്നമാക്കി ആൾക്കാർ പ്രയത്നിക്കുന്ന സ്ഥലമാണ് ബീഹാർ. അവിടെ അഗ്നിവീറിൻ്റെ പേരിൽ ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായി. അവിടെയാണോ ജംഗിൾ രാജിൽ നിന്ന് വികസനം കൊണ്ടുവന്നു എന്ന് പറയുന്നത്? എന്ന് മാത്രമല്ല, പഴയ ലാലു പ്രസാദ് യാദവിൻ്റെ അല്ല, അദ്ദേഹത്തിൻ്റെ മകൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന പ്രൂവ് ചെയ്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് പഴയ ലാലുവിൻ്റെ ഭരണകാലം ഓർത്ത് ഇപ്പോഴും ആൾക്കാർ ഭയപ്പെട്ടിരിക്കുകയാണെന്നുള്ള തിയറിയൊക്കെ എന്തുമാത്രം നിൽക്കുന്നതാണ് ഇതിനകത്ത് ഷാബു? അത് എത്രത്തോളം നിൽക്കുന്നതാണ് എന്നുള്ളത് നാളെ നേരം വിളക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷനാണ് നിഷാദെ പറഞ്ഞത്. ഇത് ശരിയാകാം, തെറ്റാകാം. പക്ഷെ ഇതിപ്പോ ഇനി 10-12 മണിക്കൂറിന്റെ കാര്യമേ ഉള്ളൂ. നമുക്ക് 10-12 മണിക്കൂർ കഴിഞ്ഞാൽ നാളെ നേരം വിളക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ തെളിയാൻ പോകുന്ന ഒരു ചിത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഇന്നത്തെ ഡെവലപ്മെന്റ് ചോദിക്കാം. ശരിയാണ്, താങ്കൾ പറഞ്ഞ 12 മണിക്കൂർ താഴെ ഉള്ളൂ. ഞാൻ ഇന്നത്തെ ഡെവലപ്മെന്റ് ചോദിക്കാം. ഇന്നത്തെ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ അവിടെ ഈ പ്രോസസ് ഒന്നും പ്രോപ്പർ അല്ല എന്ന സംശയം, ജനം ഞങ്ങളുടെ കൂടെയാണെന്ന കോൺഫിഡൻസ് പ്രകടമാക്കുമ്പോൾ തന്നെ ഈ പ്രോസസ്സിൽ മുഴുവൻ കുഴപ്പമാണെന്നുള്ള ഇഷ്യൂ ആവർത്തിച്ചുന്നയിക്കുകയാണ് ആര്? ഈ പ്രതിപക്ഷത്തുള്ള പാർട്ടികളെ, മഹാഗഡ്ബന്ധൻ. എന്നിട്ട് അവരുടെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു. CCTV ഓഫായി, കമ്മീഷൻ സമ്മതിക്കുന്നുണ്ട്. മെഷീൻസ് ഒരു വണ്ടിയിൽ നിറയെ കൊണ്ടുവരുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? RJD-ക്കാരത് തടയുന്നു. അത് വലിയ വിഷ്വൽസായിട്ട് ഇന്ത്യ മുഴുവൻ പ്രചരിക്കുന്നു. ഇത് വിശദീകരിക്കപ്പെടേണ്ട പോയിന്റ് അല്ലേ?